അപ്പോൾ ഇവിടെ ഇരിക്കുന്നവരിൽ നല്ല ശതമാനം ആളുകൾ സർക്കാർ ഉദ്യോഗസ്ഥരാണ്, അല്ലെങ്കിൽ റിട്ടയർഡ് ആയവരാണ്. നമ്മുടെ ഗവൺമെൻറ്റുകളുടെ സാമ്പത്തിക ആസ്തി അല്ലെങ്കിൽ ഒരു വരുമാനം, അതിൻ്റെ സോഴ്സ് അറിയാത്തവരല്ല നമ്മൾ. അത്യാവശ്യം നല്ലോണം കള്ള് കച്ചവടം ചെയ്തിട്ടും ലോട്ടറി വിറ്റിട്ടും പലിശയിൽ അധിഷ്ഠിതമായിട്ടുമൊക്കെയാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ആസ്തി. അപ്പോൾ ആ ഗവൺമെൻറ് നൽകുന്ന ജോലി സ്വീകരിച്ച് അവരിൽ നിന്ന് ശമ്പളം വാങ്ങി, ശമ്പളത്തിൻ്റെ കാലം കഴിഞ്ഞാൽ പെൻഷനും വാങ്ങി, മരിച്ചു കഴിഞ്ഞാൽ അത് ഭാര്യക്കും കൂടി കൊടുത്ത്, അങ്ങനെ നീണ്ടു പോകുന്ന ഒരു കണക്ഷൻ ബേസ് കിടക്കുന്നതിൻ്റെ അടിയിലാണ്. എന്നിട്ട് നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസം തോന്നിയിട്ടുണ്ടോ? ഒരു മനസ്സാക്ഷി കുത്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കും അത്? ഇല്യാസ് മൗലവി ഇവിടെ ചോദിച്ചൊരു ചോദ്യത്തിന് മറുപടി പറഞ്ഞപ്പോൾ ആ വിഷയം പറഞ്ഞു. നമ്മുടെ രാജ്യത്തെ അനിവാര്യതകളിൽ പെട്ടൊരു വിഷയമാണത്. അതുകൊണ്ട് മാത്രം ഒരു സമാന്തരമായിരിക്കുന്ന സർക്കാർ ഇതുപോലെ ഇതൊന്നും അല്ലാത്ത രൂപത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ കണക്ഷൻ അവിടെ തന്നെ ആയിരിക്കും. അങ്ങനെ ആകാവൂ. അതല്ലാത്ത സ്ഥിതിക്കാണ് നമ്മളിത് സ്വീകരിക്കുന്നത്. ഏതാണ്ട് ഇതേ ഗണത്തിൽ തന്നെയാണ് ഇവിടെയുള്ള ചില പ്രത്യേക ഇൻഷുറൻസൊക്കെ മാറ്റിവെച്ചാൽ പൊതുവെ നമ്മൾ സഹകരിക്കുന്നതിൻ്റെ മാനവും അതാണ്. ഇപ്പോൾ ബാങ്ക് ഇടപാട് ഇല്ലാതെ ഇപ്പോൾ ഒരാൾക്ക് ഇന്ത്യ രാജ്യത്ത് ജീവിക്കാൻ കഴിയില്ല നമുക്കറിയാം. അങ്ങനത്തെ ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ഈ ബാങ്ക് വഴി ലഭിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ, സ്വാഭാവികമായിട്ടും ആ ബാങ്കിലെ ജോലി, ആ ജോലി സ്വീകരിക്കുന്നത് ഹലാലാണോ ഹറാമാണോ എന്ന് ഇപ്പോൾ ചർച്ച നടന്നുകൊടുക്കുന്നുണ്ട്. ബാങ്കുമായുള്ള ഇടപാടുകളൊക്കെ നമുക്ക് പറ്റില്ല എന്നുള്ളതിൻ്റെ കൂടെ ഇതുമാകാം. അത് മാത്രമായിക്കൂടാ എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. വിശുദ്ധ ഖുർആനിൽ നേർക്കുനേരെ പൊതുവായി പറഞ്ഞു വെച്ചൊരു തത്വം സൂറത്തുൻ നിസായിൽ പറയുന്നുണ്ടല്ലോ. നിങ്ങൾ വൻ പാപങ്ങൾ വെടിയുകയാണെങ്കിൽ മറ്റുള്ളവ അള്ളാഹു നിങ്ങൾക്ക് മായ്ച്ചു തരും, പുറത്തു തരും, നിങ്ങളെ ഉന്നതമായ സ്ഥാനത്ത് ഇരുത്തുമെന്നൊക്കെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു ഭാഗത്ത് ഖുർആൻ പറയുന്നത് ലാ തഖൂലു ലിമാ തസിഫു അൽസിനതുകുൽ കദിബ ഹാദാ ഹലാലുൻ വഹാദാ ഹറാമുൻ ലിതഖൂലു അലല്ലാഹിൽ കദിബ ലിതഫ്തറു അലല്ലാഹിൽ കദിബ. ഇതുകൊണ്ട് നമുക്ക് അറിയാവുന്ന സംഗതിയാണല്ലോ. ഇവിടെ അതിന് ഭാഷാന്തരം കൊടുത്തിരിക്കുന്നത് കുറച്ചുകൂടെയൊക്കെ സാഹിത്യത്തിലാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തൊള്ളയെ തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഹലാലാണ് ഇത് ഹറാമാണെന്ന് പറയുന്ന ഒരു സ്വഭാവം അതാർക്കും ഭൂഷണമല്ല. നേരത്തെ ഇവിടെ അതിൻ്റെ അടിസ്ഥാന തത്വം പറഞ്ഞു. ഒരു കാര്യം ഹലാലാണെന്ന് പറയാൻ ഹറാമാണെന്ന് പറയാൻ തെളിവില്ലാതിരുന്നാൽ മതി. ഹറാമാണെന്ന് പറയാനാണ് കൃത്യമായ തെളിവും രേഖയും പ്രമാണമൊക്കെ വേണ്ടത്. അപ്പോൾ അത് കൃത്യമായി നമുക്ക് പ്രമാണങ്ങളിൽ നിന്ന് ബോധ്യമാകുന്നതിന് മുമ്പ് തന്നെ കാണുന്നൊക്കെ ഹറാമാക്കുന്ന സ്വഭാവം അത് എന്തായിരുന്നാലും ആർക്കും വിശ്വാസികൾ എന്ന നിലയ്ക്ക് ഒരിക്കലും ശരിയായ സംഗതിയല്ല. അങ്ങനെ വരുമ്പോൾ അത് അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറയലാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ പേരിൽ കളവ് കെട്ടിപ്പറയുന്ന ആളുകൾ വിജയിക്കുകയില്ല എന്നാണ് ബാക്കി. അപ്പോൾ ജീവിതത്തിൽ നമുക്ക് ഇവിടെയും വിജയിക്കണം, പരലോകത്തും വിജയിക്കണം. അതിന് ഈ സത്യസന്ധമായ, കാരണം ഒരു സംഗതി ഹലാലാക്കാനും ഹറാമാക്കാനും ഉള്ള അവകാശം പഠിച്ചവന് മാത്രമല്ലേ ഉള്ളൂ. പ്രവാചകർക്ക് പോലും ഉപാധിയോടുകൂടി മാത്രമാണ് അതിൽ ഇടപെടാൻ പറ്റുള്ളൂ, നിരുപാധികൾ ഇടപെടാൻ പറ്റില്ല. എന്നിരിക്കെ നമ്മൾ ഇപ്പോൾ ബനു ഇസ്രായേൽ സമൂഹത്തിനൊക്കെ സംഭവിച്ച പ്രശ്നങ്ങൾ എന്തായിരുന്നു? അവർ തന്നെ ചിലതങ്ങ് ഹറാമാക്കി. അപ്പോൾ അള്ളാഹ് എന്ത് ചെയ്തു? അത് ഹറാമാക്കി വെച്ചു. പിന്നെ അടുത്തൊരു പ്രവാചകൻ വന്നിട്ടാണ് പലതും പിന്നീട് ഹലാലാക്കി കൊടുക്കുന്നത്. അങ്ങനെ സ്വയം ഹറാമാക്കുന്ന നിഷിദ്ധമാക്കുന്നതും ചിലപ്പോൾ മറ്റു ചില കുരുത്തക്കേടുകൾ ഖുർആൻ പ്രയോഗിച്ചല്ലോ, അവരുടെ അക്രമവാസന കൊണ്ട് അല്ലെങ്കിൽ അക്രമങ്ങൾ കൊണ്ട് അവർക്ക് ചിലതൊക്കെ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത് എവിടെയും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ മതവിധിയൊക്കെ പറയാനുള്ളത് ഇതൊരു ഇജ്തിഹാദ് വേണ്ടുന്ന അതുവഴി ഫത്വയൊക്കെ ലഭിക്കേണ്ടുന്ന വിഷയങ്ങൾ തന്നെയാണ്. അവിടെ നമ്മൾ
എന്തിലേക്കും അടച്ചാക്ഷേപിച്ച് ഹറാമാക്കുന്ന ആ ഒരു സ്വഭാവം, അപ്പോൾ കുറച്ച് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ സൂക്ഷ്മതയിലൊക്കെ ഭാഗമായിരിക്കും. പക്ഷെ സൂക്ഷ്മതയും അമിതമാകുമ്പോൾ ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആമുഖമായി നമ്മൾ ജോലി ചെയ്യുന്നതിനെക്കുറിച്ച് സൂചിപ്പിച്ചത്, അല്ലാതെ അത് നിശ്ചിതം എന്ന് പറയാനല്ല. നമ്മൾ ആലോചിക്കുക. അപ്പോൾ ഇൻഷുറൻസിൻ്റെ വിഷയത്തിലും ഇവിടുത്തെ അനിവാര്യതകൾ തന്നെയാണ് നമുക്കതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ ബാധ്യത വരുന്നത്, ഒരു ഭാഗം. രണ്ടാമത്തത്, നമ്മൾ ഇൻഷുറൻസിന് പണമടക്കുമ്പോൾ നമുക്കതുകൊണ്ട് ലഭിക്കുമെന്ന് പറയുന്നത്, ഇപ്പോൾ വാഹനത്തിൻ്റെയൊക്കെ ആണെങ്കിൽ വാഹനത്തിന് കേടുപാട് സംഭവിച്ചാൽ, ആക്സിഡൻ്റൊക്കെ പറ്റിയാൽ നമുക്ക് വഹിക്കാൻ കഴിയാത്തൊരു എമൗണ്ട് അവർ തരും, നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ ആ എമൗണ്ട് സ്വീകരിക്കുന്നത് കൊണ്ട്, ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ്, അതിൽ കാര്യമായ രോഗം വരുമ്പോൾ നമ്മൾ അതിൻ്റെ എമൗണ്ട് സ്വീകരിക്കുന്നത് കൊണ്ട് ഈ ഇൻഷുറൻസിൽ പങ്കാളികളായിട്ടുള്ള മറ്റാർക്കെങ്കിലും എന്തെങ്കിലും നഷ്ടമോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ പ്രയാസമോ വരുന്നുണ്ടോ? ഞാൻ സൂചിപ്പിക്കുന്നത് ലോട്ടറി പോലെ അല്ല എന്ന് പറയാനാണ് പറഞ്ഞത്. ലോട്ടറി പോലെ അല്ല എന്ന് പറയാനാണ്, മനസ്സിലാവുമല്ലോ. 10,000 ആളുകൾ ടിക്കറ്റ് എടുത്താൽ 10 പേർക്കാണ് പ്രൈസ് കിട്ടുക. അതോടുകൂടി കഴിഞ്ഞു. ഇതിൽ ഈ 10,000ത്തിൻ്റെ അടുത്ത് വരുന്ന ആളുകളുടെ അവരെത്ര ചെറിയ പൈസ ആണെങ്കിലും കൊടുത്തില്ല, ആ പൈസ പോയി. അതുമായി ബന്ധപ്പെട്ട ആൾക്കൊന്നും കിട്ടില്ല, ഒരിക്കലും കിട്ടില്ല. പക്ഷേ പൊതുവിൽ ഞാൻ സൂചിപ്പിച്ച എല്ലാ ഇൻഷുറൻസിനെയും പെടുത്തില്ല, എങ്കിലും ഇൻഷുറൻസ് പറയുന്ന മുന്നോട്ട് വെക്കുന്ന ഒരാശയം എന്താ? ഇതൊരു പരസ്പര സഹായ നിധി പോലെ തന്നെയാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അതിൽ അബദ്ധങ്ങളും അപകടങ്ങളും പതിയിരിക്കുന്നത് ശ്രദ്ധിക്കണം. ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ പ്രത്യക്ഷമായ നിഷിദ്ധങ്ങൾ കയറി വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. എങ്കിലും പൊതുവിൽ ഇതിൽ പണമടക്കുന്ന ഒരാൾക്ക് അയാൾക്ക് ലഭിക്കുന്ന ആ ഒരു ആനുകൂല്യം കൊണ്ട് ഇതിൽ ഷെയർ ചെയ്യുന്ന മറ്റാർക്കെങ്കിലും നഷ്ടമോ നാശമോ പ്രയാസമോ വരുന്നില്ല എന്നുള്ളത് നമ്മളതിൻ്റെ കൂടെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്കും മനസ്സാക്ഷിക്കുത്തില്ലാതെ ഒരു വണ്ടി ഇൻഷുർ അടക്കാനും അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനൊക്കെ സാധിക്കുകയുള്ളൂ. ആ തലത്തിലേക്ക് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണണം എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ എനിക്ക് അടിവരയിട്ട് സൂചിപ്പിക്കാനുള്ളത്. മറ്റു കാര്യങ്ങളൊക്കെ പിന്നെ ഇല്ലാസ് മൗലവി തന്നെ അത് വിശദമായി തന്നെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. ബാക്കി അദ്ദേഹത്തിൻ്റെ ലേഖനത്തിലും നമുക്കത് വായിച്ചെടുക്കാൻ പറ്റും. അതുപോലെ ഫഹീം അതിലേക്ക് നല്ലൊരു ആഡിങ്ങാണ് നടത്തിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇവിടെ ഇരിക്കുന്ന ധാരാളം ആളുകൾക്ക് ഈ വിഷയകമൊക്കെ നല്ല ധാരണയുള്ള നല്ല ആഴത്തിൽ അറിവുള്ള ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വിശദമായി സംസാരിക്കേണ്ടതില്ല. അപ്പോൾ ഇതിനെ ഈ രൂപത്തിൽ കാണാം. നമ്മൾ ഒരു കാര്യത്തെ ഹറാമാക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. നമ്മളായിട്ടൊന്നും ഹലാലാക്കേണ്ടതില്ല, എല്ലാം പൊതുവിൽ അതിൻ്റെ നിയമം അതാണല്ലോ. എന്നാൽ നമ്മൾ ഹറാമാക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഓരോ കാര്യങ്ങളിലേക്ക് നോക്കിയിട്ട് അത് ഹറാമാണ് ഇത് ഹറാമാണ് എന്ന് പറയുമ്പോൾ നല്ല ആലോചന വേണം, നല്ല ധാരണ വേണം. അതാണ് സൂചിപ്പിച്ചത്. രണ്ടാമത്, ഇങ്ങനെയുള്ള ഏത് ഇടപാടുകളും മറ്റൊരാൾക്ക് ഇല്ലാതിരിക്കണം എന്നുള്ളത് അതിൻ്റെ അടിസ്ഥാനപരമായിരിക്കുന്ന ഭാഗമായി കാണാൻ പറ്റണം. അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആനിൽ സാമ്പത്തിക വിഷയത്തിൽ സൂചിപ്പിച്ച മറ്റൊരു ഭാഗം, നിങ്ങൾ ഈ അർഹതപ്പെടാത്തത് നിങ്ങൾക്ക് ലഭ്യമാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ സാമ്പത്തിക വിഷയങ്ങളെ കോടതിയിലേക്ക് കൊണ്ടുപോരുന്ന ഖുർആൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വല തുദുലുൽ ഹുക്കാമി എന്നാണ് ഉപയോഗിച്ചത്. അത് ഭൗതിക കോടതിയാവാം, ഇനിയിപ്പോൾ ശരിയായ കോടതി ആയാലും കുഴപ്പമില്ല, നമ്മുടെ നാട്ടിലെ നാട്ടുമധ്യസ്ഥന്മാരായാലും കുഴപ്പമില്ല. എനിക്കർഹതപ്പെടാത്തതൊന്ന് എനിക്ക് ലഭ്യമാകാൻ ഇവിടുത്തെ കോടതിയെ സമീപിച്ചാൽ സാധിക്കുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും നമ്മൾ കോടതി പോകും. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു സംഘടന എന്ന് വെച്ചാൽ മതസംഘടനകൾക്ക് പോലും ഒരു നേരിൻ്റെയും നീതിയുടെയും പക്ഷത്ത് നിന്ന് ഒരു നിലപാടെടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. നിസ്സാരമല്ലല്ലോ കാര്യം. ഇവിടുത്തെ കോടതിയെ സമീപിച്ചാൽ അങ്ങനെ പലതും കിട്ടും. ഇതിൻ്റെ മൊത്തത്തിലുള്ള നിർദ്ദേശം റസൂൽ വച്ചത്. നിങ്ങൾ എൻ്റെ മുമ്പിൽ ആരാ റസൂലിനേക്കാൾ നീതിമാനായ ഒരു ജഡ്ജിനെ വേറെ കിട്ടുമോ? ആ റസൂല പറയുന്നത്, എൻ്റെ മുമ്പിൽ നിങ്ങൾ കേസ് വാദിക്കാൻ വന്നാൽ നന്നായി സംസാരിക്കുന്നവൻ്റെ അടുത്താണ് ന്യായമെന്ന് കരുതി ഞാൻ ഒരുപക്ഷെ ആൾക്ക് അനുകൂലമായി വിധിച്ചു കൊടുക്കും. പക്ഷെ ഓർത്തുമില്ല, അനർഹമാണെങ്കിൽ ഞാൻ വിധിച്ചു തന്നത് നരകത്തിൻ്റെ തീ കഷ്ണമാണെന്ന്. ഇത് ഈ ഭൗതിക കോടതിയെ സമീപിക്കുമ്പോഴും ഒരു മുസ്ലിമിന് ഉണ്ടാവേണ്ടല്ലേ? കോടതി അനുവദിച്ചു എന്നാൽ എന്തും ഹലാലാകും എന്ന ഒരു ധാരണ ഉണ്ടാകാൻ പാടില്ല.
അതാണ് സൂചിപ്പിച്ചത്. മതസംഘടനകൾക്ക് പോലും അതിന് നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾക്ക് പോലും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഒരു നീതിയുടെ പക്ഷത്ത് നിൽക്കുന്ന, സത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കാൻ സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇന്നത്തെ ഏറ്റവും വലിയ ദുര്യോഗമായി നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പോൾ സമ്പത്ത് എങ്ങനെ, ഇപ്പോൾ ഒറ്റ വാചകം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. പൊതുവിൽ ആധുനിക സമൂഹത്തിൻ്റെ ഒരു മനഃശാസ്ത്രം തന്നെ എന്താ, ഇപ്പോൾ ഇങ്ങനെയൊക്കെ അല്ലാതെ ഇപ്പോൾ നടക്കുമോ? ഇങ്ങനെയൊക്കെ അല്ലാതെ ഇപ്പോൾ ആരാ ഉള്ളത്? ഈ രണ്ട് ചോദ്യങ്ങളും പടച്ചോണ്ട് ചോദിക്കാൻ പറ്റുമോ? പരലോകത്തിനും ചോദിക്കാൻ പറ്റുമോ ഈ രണ്ട് ചോദ്യം? ഞാൻ ഇതൊക്കെ ചോദിക്കുന്നത് ദീനില്ലാത്ത ആൾക്കാരൊന്നുമല്ല. ദീനിയായി തന്നെ ജീവിക്കുന്ന ആളുകൾ, അങ്ങനത്തെ കുടുംബങ്ങൾ, അത് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് ഈ ആളുകൾ എങ്ങനെയാണെങ്കിലും നമ്മൾ ഏത് രൂപത്തിലാവണം എന്നതിന് കൃത്യമായ ഒരു നിർദ്ദേശം ഉണ്ടല്ലോ. ആ നിർദ്ദേശങ്ങൾ മാനിച്ചുകൊണ്ട് തന്നെ പോകാൻ സാധിച്ചേ പറ്റൂ. അത് അടിസ്ഥാനപരമായി തന്നെ നമ്മൾ ഉൾക്കൊള്ളേണ്ട കാര്യവുമാണ്. സാമ്പത്തിക രംഗത്ത് പ്രത്യേകിച്ചും പുതിയ കാലത്ത് ചില വിഷയങ്ങളിലൊക്കെ ഒന്ന് കണ്ണടച്ചാൽ, ഏതാനും സെക്കൻഡുകളോ മിനിറ്റുകളോ കണ്ണടച്ചാൽ ലക്ഷങ്ങളും കോടികളൊക്കെ വന്നു മറയും. അങ്ങനത്തെ കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. അവിടെ ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ അല്ലേ, ഇങ്ങനെ അല്ലാതെ ഇപ്പോൾ ആരാണ് എന്ന ഒഴുക്കൻ മറ്റുള്ള ചോദ്യങ്ങൾ ചോദിച്ച് തൽക്കാലം ഇത് സ്വന്തമാക്കാൻ ശ്രമിക്കുമ്പോഴും പരലോകത്ത് ഇതേ ചോദ്യങ്ങൾ ചോദിക്കാനോ അതിന് ഉത്തരം തേടുവാനോ സാധിക്കുകയില്ല എന്ന തിരിച്ചറിവുണ്ടാവണം. കൂടെ മതം ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. നേരത്തെ ഇവിടെ സംസാരത്തിലൊക്കെ വന്ന ഒമാ ജഅല അലൈക്കും മിൻ ഹറജിൻ ഫിദ്ദീൻ മിൻ ഹർജ് എന്ന് പറഞ്ഞാൽ ദീനിൽ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ദീനിൽ ഒരാളെയും ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രായോഗികമായി നമ്മൾ ജീവിക്കുന്ന നാട്ടിൽ, നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി പ്രയോഗവൽക്കരിക്കാൻ കഴിയുന്ന ഒരു ജീവിത ദർശനം തന്നെയാണ് ഇസ്ലാം. അവിടെ വരാവുന്ന അനിവാര്യതകളെ ആ നിലക്ക് തിരിച്ചറിയുകയും ബാക്കിയുള്ള മേഖലകളിൽ നമുക്ക് പാലിക്കേണ്ടതായിരിക്കുന്ന മര്യാദകൾ പാലിക്കുകയും ചെയ്ത് പരലോകത്തെ തന്നെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോകാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായും സാമ്പത്തിക രംഗത്തും ശരിയായ രൂപത്തിലുള്ള ശുദ്ധീകരണം, അതിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള മേന്മകളും നന്മകളും നിലനിർത്തി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. സമ്പത്ത് കൊണ്ട് നരകത്തിൽ പ്രവേശിക്കേണ്ടി വരുന്ന ദൗർഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.